ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കെ നായർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിവേഗമാണ് പത്തനംതിട്ടയിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയം, നീന്തൽക്കുളം എന്നിവയും സ്റ്റേഡിയത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. പൈലിംഗ് വർക്കുകളും പുരോഗമിക്കുകയാണ്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ വികസന കുതിപ്പിന് വേഗത കൂടുമെന്ന് മന്ത്രി വീണ ജോർജ്. ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ്. കാരണം ഈ സ്റ്റേഡിയം ഇവിടേക്ക് ധാരാളം ഇവന്റ്സ് കൊണ്ടുവരും, ധാരാളം ആളുകളെ കൊണ്ടുവരും. വൈകുന്നേരം ഒരു 7 മണിക്ക് നിശബ്ദമാകുന്ന പത്തനംതിട്ടയുടെ ഒരു പൊതുസ്ഥിതി മാറാൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം മതിയാകും. നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ സ്റ്റേറ്റ് തലത്തിലും അതോടൊപ്പം ജില്ലാ തലത്തിലും ഒക്കെ തന്നെ മീറ്റിങ്ങുകൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ്. കാരണം പല വകുപ്പുകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇപ്പോൾ KSEB ഇതിൻ്റെ ഭാഗമായിട്ട് വരും, മറ്റു വകുപ്പുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരുടെയും ഒരു സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കി ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2025 അവസാനത്തോടെ നമുക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K അനിൽകുമാർ, മുൻ MLA KC രാജഗോപാൽ, CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജു തുടങ്ങിയവർ സന്നിധരായിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.